ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മൾ റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഡിഫറെൻറ്റ് രീതികളിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമുക്ക് റിസർച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന റിസർച്ചുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓരോ തരത്തിൽ ചെയ്യുന്ന റിസർച്ചുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എക്സ്പെരിമെൻ്റ് റിസർച്ച് ആണെങ്കിൽ അതേ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അതേ രീതിയിൽ ചെയ്യണം, എക്സ്പ്ലോറേറ്ററി പുതിയ റിസർച്ചുകളാണ് അതേ രീതിയിൽ ചെയ്യണം. അങ്ങനെ റിസർച്ചുകളുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണ് റിസർച്ച് ഡിസൈൻ ഉള്ളത് എന്നുള്ളതാണ് ഇനി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ആൻഡ് കോഷ്യൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, കോറിലേഷൻ റിസർച്ച് ഡിസൈൻ, സെമി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ, റിവ്യൂ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ, സിസ്റ്റമാറ്റിക് റിവ്യൂ ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് റിസർച്ച് ചെയ്യാം. അല്ലെങ്കിൽ മെറ്റാ അനലിറ്റിക് റിസർച്ച് ഡിസൈൻ, ഈ രീതിയിലാണ് ഡിസൈൻസ് വരുന്നത്. ഇതിലെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പെരിമെൻ്റൽ, ഈ 3 മെത്തേഡ്സാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്നാലും ഈ പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എത്രത്തോളം ടൈപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ റിസർച്ച് ഡിസൈൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസർച്ച് ഡിസൈൻ ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ചിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ചിട്ട് പഠിച്ചിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള റിസർച്ച് നടത്തുമ്പോൾ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്ലാനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്? അതായത് സ്റ്റഡീസ് കുറവുള്ള അല്ലെങ്കിൽ അധികം റിസർച്ചേഴ്സ് ചെയ്യാത്ത ഏരിയാസിൽ പോയിട്ട് റിസർച്ച് ചെയ്യുന്ന റിസർച്ചുകളാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാറുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോട്ടും ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളൊരു ഭാഗമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രിലിമിനറി സ്റ്റഡിയാണ്, അതായത് ആദ്യമായിട്ടായിരിക്കും ആ സ്റ്റഡി നടത്തുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് റിസർച്ച് കണ്ടക്ടഡ് ഫോർ എ പ്രോബ്ലം ദാറ്റ് ഹാസ് നോട്ട് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ മെത്തഡ് ആൻഡ് സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ്. നമുക്ക് ഈ നമ്മളെ പ്രോബ്ലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചുകളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഡിസൈനെ കുറിച്ചിട്ട്. Exploratory research design is conducted for a research problem when the researcher has no past data or only few studies for reference. അവരുടെ സ്റ്റഡീസിന് പാസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഡാറ്റാസിൻ്റെ അവൈലബിലിറ്റി കുറവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലി ഫ്യൂ സ്റ്റഡീസ് ഫോർ റെഫറൻസ്, വളരെ കുറച്ച് സ്റ്റഡീസ് നടന്നിട്ടുള്ള ഏരിയ ആണെങ്കിൽ, ആ രീതിയിൽ അത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ ചെയ്യുന്ന റിസർച്ചുകളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് COVID-19 കുറിച്ചിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ്. ഇപ്പോൾ COVID-19 കുറിച്ചിട്ട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ അധികം റിസർച്ചുകൾ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് റിസർച്ചുകൾ ഇപ്പോൾ നിലവിലുള്ളൂ, അല്ലേ, ഒരുപാട് റിസർച്ച് ഒന്നുമില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. കാരണം അധികം റിസർച്ച് ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള, അധികം മെറ്റീരിയൽസോ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരുപാട് റിപ്പോർട്ടുകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത്. സംടൈംസ് ദിസ് റിസർച്ച് ഇസ് ഇൻഫോർമൽ ആൻഡ് അൺസ്ട്രക്ചേർഡ്. ചില സമയങ്ങൾ അത് ഇൻഫോർമൽ അൺസ്ട്രക്ചർ രീതിയിലാണ് നടത്തുക. കാരണം നമുക്ക് സ്ട്രക്ചറായിട്ട് നടത്താനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല. കാരണം ഈ പ്രോബ്ലത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിലെ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ഏരിയനെ കുറിച്ച് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലെ റിസർച്ചുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ഇൻഫോർമൽ രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. കാരണം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. സോ അത് ചിലപ്പം അൺസ്ട്രക്ചർഡ് ആയിരിക്കാം. സോ ഇറ്റ് സേവ് ആസ് എ ടൂൾ ഫോർ ഇനീഷ്യൽ റിസർച്ച്. ഒരു ഇനീഷ്യൽ റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്. ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ തിയററ്റിക്കൽ ഐഡിയ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. നമ്മളെ റിസർച്ച് പ്രോബ്ലത്തെക്കുറിച്ചുള്ള തിയററ്റിക്കൽ ഐഡിയ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് ഓഫർ കോൺക്രീറ്റ് സൊല്യൂഷൻ ഫോർ ദ റിസർച്ച് പ്രോബ്ലം. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള, ഓൾറെഡി നമ്മൾ ടൈപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ എന്ത് പറയുന്നില്ല, ഒരു സൊല്യൂഷൻ നമുക്ക് ചിലപ്പം പറയണമെന്നില്ല. സാധാരണ റിസർച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടേണ്ടതാണ്. പക്ഷേ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഇതിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ പഠിക്കുന്ന ഏരിയനെ കുറിച്ചുള്ള കൂടുതൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുക. സോ ദിസ് റിസർച്ച് ഇസ് കണ്ടക്റ്റഡ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം
and helps the researcher to develop better understanding of the problem. എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ നേച്ചർ ഓഫ് ദ പ്രോബ്ലം. നമ്മളെ പ്രോബ്ലത്തിൻ്റെ നേച്ചർ ഏത് രീതിയിലാണ് പ്രോബ്ലം അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നേച്ചർ, അത് എങ്ങനെ, അതിൻ്റെ പ്രോബ്ലംസ് എക്സാക്ട്ലി എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തെക്കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. Then it is flexible and provides an initial groundwork for future research. ഫ്യൂച്ചർ റിസർച്ചിനുള്ളൊരു ഇനീഷ്യൽ ഗ്രൗണ്ട് വർക്കാണ്, അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ പോലെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിൾ ആണ്, കാരണം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ അനുസരിച്ചിട്ട് റിസർച്ച് ഡിസൈൻ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എൻ പ്രിലിമിനറി സ്റ്റഡി ഓഫ് അൺഫെമിലിയർ പ്രോബ്ലം, അല്ലേ? അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ചുള്ള പ്രിലിമിനറി സ്റ്റഡി, അതായത് ഫസ്റ്റ് ടൈം സ്റ്റഡിയാണ്. അബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളേജ്, അല്ലേ? നമ്മൾ ടൈപ്പിൽ നമ്മൾ എക്സ്പെർട്ട് റിസർച്ച് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് ദിസ്. അപ്പം ആ രീതിയിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എ ഡോക്ടർ എക്സാമിൻ എ ന്യൂ പേഷ്യൻറ്റ് ഹൂ ഈസ് സഫറിംഗ് ഫ്രം അൺഫെമിലിയർ ഡിസീസ്. ഡോക്ടർ കണ്ടക്ട്സ് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ഡിസീസ്. ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ പുതിയൊരു പേഷ്യൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ആ പേഷ്യൻറ്റിനെ ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, എക്സാമിൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈമാണ് ആ പേഷ്യൻസ് വരുന്ന പേഷ്യൻസിൻ്റെ എന്താണ് ആ പേഷ്യൻസ് ഡിസീസ് എന്ന കാര്യം നമ്മൾ ഫസ്റ്റ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനോടെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് എക്സ്പെർട്ട് റിസർച്ച്. അതായത് ഇതുവരെയും ചെയ്യാത്ത ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ COVID-19 കേസ് നമുക്ക് ഏറ്റവും ഇതിന് പറ്റിയിട്ടുള്ള ഒരു നല്ല എക്സാമ്പിളാണ് എക്സ്പെർട്ട് റിസർച്ച്. ഓക്കെ, ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് പ്രോസസ് ഓഫ് ഡിസ്കസിങ് എ ബിസിനസ് പ്രോബ്ലം. ബിസിനസ്സിലാണെങ്കിൽ എങ്ങനെ എന്ത് ഉദ്ദേശിക്കാം നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നാൽ? ഡിസ്കസിങ് എ ബിസിനസ് പ്രോബ്ലം വിത്ത് ഇൻഫോംഡ് സോഴ്സസ് സച്ച് ആസ് ഇൻഡസ്ട്രി അനലിസ്റ്റ്, consultants, customers and channel partners and examining secondary sources. ബിസിനസ്സിൽ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ എന്തായിട്ട് നമുക്ക് മീൻ ചെയ്യാം? ബിസിനസ് പ്രോബ്ലം, ഡിസ്കസിങ് ബിസിനസ് പ്രോബ്ലം വിത്ത് ഇൻഡസ്ട്രി അനലിസ്റ്റ്, ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്ന അനാലിസ്റ്റുകളാവാം, അല്ലെങ്കിൽ കൺസൾട്ടൻസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, ചാനൽ പാർട്ട്നേഴ്സ് ആവാം. അങ്ങനെ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കഷൻ ആവാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയീസായിട്ട് ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തുക. അതിലൂടെ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. ആൻഡ് എക്സാമിനിങ് സെക്കൻഡറി സോഴ്സസ്, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി സോഴ്സ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. Then the goal of exploratory research are intended to produce the following possible insights. എന്തിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഗോൾ എന്നുള്ളതാണ്. എന്തിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. കാരണം ഇതുവരെയും അധികം റിസർച്ച് നടക്കാത്ത, അല്ലെങ്കിൽ അധികം ആൾക്കാർ കവർ ചെയ്യാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടിയിട്ടാണ്. ടു ഗെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് ടു ഡിഫൈൻ ടൈം, അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈംസുകൾ മനസ്സിലാക്കാൻ, ഡിഫൈൻ ചെയ്യാൻ. ടു ക്ലാരിഫൈ ദ പ്രോബ്ലംസ് ആൻഡ് ഹൈപ്പോത്തിസിസ്, പ്രോബ്ലം ക്ലിയർ ആയി ഡിഫൈൻ ചെയ്യാൻ, അതുപോലെ ഹൈപ്പോസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് എസ്റ്റാബ്ലിഷ് റിസർച്ച് പ്രിയോറിറ്റീസ്, റിസർച്ചുള്ള പ്രിയോറിറ്റീസ് എന്തിനെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ദ ഡിറ്റർമിനേഷൻ അബൌട്ട് വെദർ എ സ്റ്റഡി ഈസ് ഫീസിബിൾ ഇൻ ദ ഫ്യൂച്ചർ, ഫീസിബിൾ ആണോ നമ്മുടെ സ്റ്റഡി ആവശ്യമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ. ഡയറക്ഷൻ ഫോർ ഫ്യൂച്ചർ റിസർച്ച് ആൻഡ് ടെക്നിക് ഗെറ്റ് ഡെവലപ്പ്, ഫ്യൂച്ചർ റിസർച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരിക. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ 4 ടൈപ്പുകളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നിങ്ങൾക്ക് വരുന്നത്. ഫസ്റ്റ് വൺ എക്സ്പീരിയൻസ് സർവേ ആണ്. ദെൻ സെക്കൻഡ് വൺ സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. ദെൻ തേർഡ് വൺ കേസ് അനാലിസിസ്, ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. ദെൻ ലാസ്റ്റ് വൺ പൈലോട്ട് സ്റ്റഡീസ് ആണ്. ഈ 4 ടൈപ്പുകളിലാണ് നിങ്ങളെ ഫോംസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 2 എണ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് സർവേയും അതുപോലെ സെക്കൻഡറി ഡാറ്റ അനാലിസിസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 2 എണ്ണം അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് ഫോമായിട്ടുള്ള എക്സ്പീരിയൻസ് സർവേ എന്താ എന്നുള്ളത് നോക്കാം. എന്താണ് എക്സ്പീരിയൻസ് സർവേ? അതിൻ്റെ നെയിമിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പീരിയൻസ്
ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസിനോട് ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിസർച്ച് നടത്തുന്ന സർവേ നടത്തുന്ന മെത്തഡാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. സോ ആസ്ക് നോളജബിൾ ഇൻഡിവിജ്വൽസ് അബൌട്ട് ദ പർട്ടിക്കുലർ റിസർച്ച് പ്രോബ്ലം അല്ലേ. നോളജബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പേഴ്സൺസിനോട് നമ്മൾ എന്ത് ചോദിക്കുക, നമ്മൾ റിസർച്ച് പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതാണ് എന്ത് മോസ്റ്റ് അക്യൂർഡ് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരോട് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സർവേ നടത്തുന്ന മെത്തഡാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ആ പ്രൊഡക്റ്റ് എത്രത്തോളം എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്, കസ്റ്റമർ വാങ്ങുന്നുണ്ടോ, എന്തൊക്കെയാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നിങ്ങളെ സാധനങ്ങൾ വിൽക്കുന്ന നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൻ്റെ മാനേജേഴ്സിനോടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കസ്റ്റമേഴ്സിനോട് പകരം റീറ്റെയിലേഴ്സിനോട് ഡയറക്റ്റ് പോയി അവരോട് ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങളെടുത്ത് കസ്റ്റമേഴ്സ് സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നത്, അവരത് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അവരെ മെയിനായിട്ട് പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ആരോട് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, ഈ റീറ്റെയിലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവർ ആ ഏരിയയിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. അങ്ങനെ ഈ നമ്മളെ പ്രോബ്ലമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് നടത്താം, സർവേ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. So it is based on the principle that if you wish to know the road up the mountain, you must ask the man who goes back and forth on it. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ അത് അറിയുന്ന ഒരാളോട്, അത് ചെയ്ത ആളോട് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോളജബിൾ ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളോട് എന്ത് ചോദിക്കുക, ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. Then experience survey involve talking with knowledgeable individuals both inside and outside the organization. എന്താവാം, ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുള്ള ആൾക്കാർ മാത്രം ആവണമെന്നില്ല, നമ്മളെ ഇൻസൈഡ് ഉള്ളിലുള്ള ഓർഗനൈസേഷനുമായി ഉള്ളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളോടോ അവരുമാവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനോടും ആവാം. ഹു മേ പ്രൊവൈഡ് ഇൻസൈഡ് ഇൻ ടു ദ പ്രോബ്ലം. അതൊക്കെ എന്ത് ചെയ്യാൻ കഴിയണം, നമ്മളെ പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളത്. ഹു മേ ബി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പം ഇൻസൈഡ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് ആവാം, മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റു പാർട്ടീസ് ആവാം, എന്ത് തരത്തിലുള്ള ആൾക്കാരും ആവാം, അവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ് സർവേ റെയർലി ഇൻക്ലൂഡ് ഫോർമൽ ക്വസ്റ്റ്യനിയർ. സാധാരണ ഇൻഫോർമൽ രീതിയിലാണ്, ഒരു അൺസ്ട്രക്ചർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ എക്സ്പീരിയൻസ് സർവേ നടത്തുക. കാരണം അവരോട് പോയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫോർമൽ ആയിട്ട് അവരോട് സംസാരിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഫോർമൽ ക്വസ്റ്റ്യനിയർ ആയിട്ട് അവരോട് ചോദിക്കുന്ന ഒരു മെത്തേഡ് റെയർ ആയിട്ട് എക്സ്പീരിയൻസ് സർവേയിൽ ഉണ്ടാവുകയുള്ളൂ. ഇൻസ്റ്റഡ് ദ റിസർച്ചർ മേ സിംപ്ലി ഹാവ് എ ലിസ്റ്റ് ഓഫ് ടോപ്പിക് ടു ബി ഡിസ്കസ്ഡ്. അതിന് പകരം എന്ത് ചെയ്യും, ഈ ചോദിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളെ കയ്യിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യാം. സോ ഇറ്റ് ഈസ് മച്ച് ലൈക്ക് ദ ഇൻഫോർമൽ ഡിസ്കഷൻ. ഇൻഫോർമൽ രീതിയിലാണ് ദ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ന്യൂ ഐഡിയാസ്. അപ്പോൾ ആ സംസാരത്തിലൂടെ, ആ ഡിസ്കഷനിലൂടെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിസർച്ചർക്ക് ഡാറ്റ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, if I was tasked with surveying the public stance and awareness on environmental issues, I could create a preliminary expert survey for selected group of environmental authorities. ഇപ്പോൾ എൻവയോൺമെൻറ്റ് അവയർനെസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആയിട്ട് പബ്ലിക്കിനുള്ള അവയർനെസ് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തണം. ആരോട്, എൻവയോൺമെൻറ്റൽ അതോറിറ്റീസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരോട്, എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാരോട് ഞാൻ പോയിട്ട് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻ്റർവ്യൂ നടത്തുക. എന്തൊക്കെയാണ് മേജറായിട്ടുള്ള പ്രോബ്ലംസ്, എങ്ങനെയാണ് സാധാരണ പബ്ലിക് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എനിക്കെന്ത് മനസ്സിലാവും, ഏകദേശം നമ്മളെ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ഇസ് ദ ഡാറ്റ ദാറ്റ് വാസ് കളക്റ്റഡ് ബൈ സംവൺ എൽസ് ഫോർ അനദർ പ്രൈമറി പർപ്പസ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നതാണ് മറ്റേതോ ഒരു പേഴ്സൺ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി കളക്ട് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് എക്സിസ്റ്റിംഗ് ഡാറ്റ പ്രൊവൈഡ്സ് എ വേബിൾ ഓപ്ഷൻ ഫോർ റിസർച്ചേഴ്സ് ഹൂ മേ ഹാവ് എ ലിമിറ്റഡ് ടൈം ആൻഡ് റിസോഴ്സസ്. നമ്മുടെ ടൈം കുറവാണ് അല്ലെങ്കിൽ റിസോഴ്സ് കുറവാണ്, ടൈം കുറവുള്ള ഒരു റിസർച്ചറാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്താം.
സോ സെക്കൻഡറി അനാലിസിസ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് സെക്കൻഡറി ഡാറ്റ ഇൻ റിസർച്ച്. ഇപ്പോൾ സിംപ്ലി എന്താണ് സെക്കൻഡറി അനാലിസിസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്ത് ചെയ്യുന്ന റിസർച്ചാണ്. സോ ആസ് എ റിസർച്ച് മെത്തേഡ് ഇറ്റ് സേവ് ബോത്ത് ടൈം ആൻഡ് മണി. അല്ലേ, കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ടൈമും മണിയും സേവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഡാറ്റ പോയി കളക്ട് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ട, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഡാറ്റ നമുക്ക് എന്താണ് ഫ്രഷ് ആയിട്ട് കിട്ടും, നമ്മളത് അനലൈസ് ചെയ്താൽ മാത്രം മതി. സോ അവോയ്ഡ്സ് അൺനെസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് എഫേർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അൺനെസറി ആയിട്ടുള്ള റിസർച്ച് എഫേർട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. Then economic survey of government of India, economic reviews by the state government, census data relating to agriculture, industry, forestry, education, etc. by the government are the example of secondary data. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്കണോമിക് സർവേ ഉണ്ടാവും അല്ലേ, ലൈക്ക് ഇൻഡസ്ട്രി സർവേകൾ ഉണ്ടാവും, അതുപോലെ എക്കണോമിക് റിവ്യൂസ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ റിവ്യൂസ് ഉണ്ടാവും, അവരുടെ റിപ്പോർട്ടുകൾ ഉണ്ടാവും, സെൻസസ് ഡാറ്റ ഉണ്ടാവും. ഗവൺമെൻറ് എല്ലാ 10 വർഷം കൂടുമ്പോൾ സെൻസസ് ഡാറ്റ പുറത്തിറക്കാറുണ്ട്. ദെൻ ഡാറ്റ റിലേറ്റഡ് ടു അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടുള്ള, ഇൻഡസ്ട്രിനെ കുറിച്ചുള്ളത്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫോറസ്ട്രി, എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോ ഏരിയാസിലും അനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ പ്രൈവറ്റ് ഏജൻസീസൊക്കെ ഒരുപാട് റിപ്പോർട്ട്സ് പുറത്തിറക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ സെക്കൻഡറി ഡാറ്റ ആണ്. അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് റിസർച്ചുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ചെയ്യാൻ പറ്റുന്നൊരു റിസർച്ച് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡാറ്റ യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ കുട്ടികളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുടെ പ്രോബ്ലത്തെക്കുറിച്ചിട്ടാണ്, ടീച്ചിങ് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രോബ്ലത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പകരം ഓൾറെഡി ആരെങ്കിലും കളക്ട് ചെയ്തിട്ട് ഡാറ്റ, അല്ലെങ്കിൽ ഓൾറെഡി കുട്ടികളുടെ മാർക്കുകളെ കുറിച്ചിട്ട് അവരുടെ റിസൾട്ടിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡാറ്റ കിട്ടും. അപ്പോൾ കുട്ടികളുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങൾക്ക് ഈ റിസർച്ചിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കുക, കുട്ടികളുടെ മാർക്കുകൾ തമ്മിലുള്ള റിലേഷൻ, അതുപോലെ അവരുടെ പ്രോബ്ലംസ് കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫസ്റ്റ് തൊട്ട് പോയിട്ട് നിങ്ങൾ അത് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഡാറ്റ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം 2 മെത്തേഡ് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.